എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. എന്താ ഞാനും അമ്മൂട്ടിയും വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി, എന്താണ് ഇന്നത്തെ പരിപാടി? പറഞ്ഞോളൂ. ഇന്ന് ലെറ്റർ ചലഞ്ച് ആണ് ഗയ്സ്. അല്ല, അതിന് ഈ സ്കെയിലൊക്കെ കൊണ്ടുവന്നതിന് കാരണം ഇത് കൊണ്ട് നിനക്കിട്ടൊരു പനിഷ്മെന്റ് ഉണ്ട്. ഞാനതൊന്ന് ആർട്ടിഫിഷ്യൽ ആക്കി പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. നമ്മള് ഇത് കൊണ്ടുവന്ന് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡ് ക്യാനിങ് ചലഞ്ച് കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ലെറ്റർ വിത്ത് ഹാൻഡ് ക്യാനിങ്. ലെറ്റർ ചലഞ്ചിൽ തോറ്റു പോകുന്ന ആൾക്ക് എന്താണ് കിട്ടുന്നത് അമ്മൂട്ടി? ഹാൻഡ് ക്യാനിങ്. യെസ്, ഓഫ് കോഴ്സ്. അപ്പൊ അമ്മൂട്ടി ഹാപ്പി ആണോ? എനർജി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ ലെറ്റർ വിത്ത് ഹാൻഡ് ക്യാനിങ് ചലഞ്ച് വീഡിയോ കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. അമ്മൂട്ടി, ലെറ്റർ ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ നമുക്ക് ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. നിനക്കറിയാവോ ആദ്യം അത് ചോദിക്കട്ടെ? ഇല്ല, അതായത് ലെറ്റർ ചലഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെറ്റർ ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഒരു മലയാളത്തിലുള്ള ഒരു അക്ഷരം പറയാം. ഓക്കെ, ആ അക്ഷരം പറയാ. ആ അക്ഷരത്തിൽ വെച്ചിട്ട് നീ ഒരു പേര് പറയാ, ഒരാളുടെ പേര് പറയാ. ഞാൻ ചോദിക്കുകയല്ല ചെയ്യുന്നേ. എങ്ങനെ? ഞാൻ അക്ഷരം പറഞ്ഞ് ഓരോന്ന് ചോദിക്കുമ്പോ ടെൻഷൻ ആ അക്ഷരം വെച്ചിട്ട് ആൻസർ പറയും. അതാണ് അതിനെ ഞാൻ എന്തോന്നൊക്കെ ഇവള് എന്റെ റൂളിൽ കേറിയിട്ട് ഇടപെട്ടിട്ടാണ് ഇത് മുഴുവൻ നശിപ്പിച്ച് കളയുന്നത്. അതായത് ഞാൻ പറഞ്ഞുതരാം. അതായത് നീ ഇപ്പോൾ ഒരു അക്ഷരം പറയാം, നിനക്ക് ഇഷ്ടപ്പെട്ട മലയാളത്തിൽ ഒരു അക്ഷരം പറയാം. ആ അക്ഷരം വെച്ചിട്ട് ഞാൻ പറയും ഒരു പേര് പറയും. അപ്പൊ നീ ഒരു പേര് പറയാം. ആ പേര് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നീ അതേ അക്ഷരത്തിൽ തുടങ്ങുന്നത് വെച്ചിട്ട് വാക്കുകൾ വെച്ചിട്ട് മാത്രമേ ആൻസർ പറയാവൂ. സംഭവം മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. യെസ്. അപ്പൊ അതാണ് നമ്മുടെ ലെറ്റർ ചലഞ്ച്. ബട്ട് ഇതിനകത്ത് ഹാൻഡ് ക്യാനിങ് എവിടെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണ് മുട്ടി? അതെനിക്കറിയത്തില്ല, അതാണ് എനിക്ക് ഡൗട്ട്. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വെച്ചിട്ട് എന്താണ് കൈ കാണിക്കൂ? ഇത് ഒടിഞ്ഞു പോകുന്നില്ല, നല്ല ഡൗട്ട് ഉണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇനി പറയരുത് നിങ്ങൾ സ്റ്റീലിന്റെ സ്കെയിലും കൊണ്ടൊക്കെ വരണം എന്നൊക്കെ ഇനി പറയരുത്. കാരണം നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇതുപോലത്തെ ഒരു ചെറിയ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. എനിവേ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ തുടങ്ങാം നമുക്ക്. അപ്പൊ നമ്മുടെ ലെറ്റർ ചലഞ്ച് ഇവിടെ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ആദ്യം ആരാണ്? ആദ്യം ടിൻചൻ തുടങ്ങിക്കോ. അത് വേണ്ട, ആദ്യം നീ തന്നെ തുടങ്ങിക്കോ. എങ്കിലും അമ്മ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒരിക്കലും കൊച്ചുകുട്ടികളുടെ ആഗ്രഹങ്ങൾ നമ്മൾ സാധിച്ചു. ഓക്കെ, എനിക്ക് ഞാൻ അങ്ങനെ പറഞ്ഞു, ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു കേട്ടോ. കൊച്ചുകുട്ടികളുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണല്ലോ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ തന്നെയാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ലെറ്റർ വിത്ത് ഹാൻഡ് ക്യാനിങ് ചലഞ്ചിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പൊ നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാണ്. എപ്പോഴും അമ്മനെ ബാക്കി നിർത്തുന്ന പറഞ്ഞിട്ട് ഒരു പരാതി ഉണ്ട്, അത് ഞാൻ ഇന്ന് മാറ്റി കൊടുക്കാം. ഞങ്ങളുടെ റൂളിൽ ചെറിയൊരു ചേഞ്ച് കേട്ടോ. കാരണം നമ്മൾ ലെറ്റർ പറയുന്നതിനേക്കാളും നല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒരു ലെറ്റർ പറയുന്നതാണ് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. എന്റെ തൊണ്ടയിൽ കിച്ച് ആവുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ റെഡി, അമ്മൂന് നമുക്ക് ചാൻസ് കൊടുക്കാം. ലെറ്റർ പറഞ്ഞോട്ടെ. ഞാൻ എന്താ തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവള് ലെറ്റർ പറയും, ഞാൻ ഒരാളുടെ പേര് പറയും. ആ പേരിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ ക്വസ്റ്റ്യൻസ് ആ വ്യക്തിനെ സംബന്ധിച്ച് പിന്നെ എന്ത് ചോദിക്കാം. ബട്ട് നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കാതെ നിൽക്കും. അഥവാ സ്റ്റോപ്പായ അപ്പാടി. ഓക്കെ, റെഡി. അക്ഷരം സാലി. ഞാൻ പറഞ്ഞില്ല, പേര് പോലും ചോദിച്ചില്ല. അതിന്റെ പിന്നെ പേര് സാലിയാ. പേരെന്താ? സാലി. സാലിയുടെ വീട് എവിടെയാ? സിംഗപ്പൂർ. സാലിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? സാലിയുടെ മമ്മി, സാലിയുടെ പപ്പ, സാലിയുടെ ചേട്ടൻ. അങ്ങനെ പറയാമോ? പിന്നെ കള്ളക്കണി വേണ്ട. വീട്ടിൽ ഇത്ര ആൾക്കാരുണ്ട്. സാലി എന്താ പഠിക്കുന്നത്? ഞാൻ സ്റ്റുഡിയോയിൽ പഠിക്കുന്നു. സ്റ്റുഡിയോയിൽ എന്ത് പഠിക്കുന്നു? സ്റ്റുഡിയോയിൽ സീറ്റ് കട്ട് ചെയ്യാൻ പഠിക്കുന്നു. സാലിയുടെ അനിയന്റെ പേരെന്താ? സാലിയുടെ അനിയന്റെ പേര് സിമോൻ. പോയി കേട്ടോ, എനിക്ക് സ്ഥാപിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഓക്കെ, അടുത്ത ലെറ്റർ ഞാൻ പറയാണ്. പാവിച്ച് പേര്. പുഷ്പാകരൻ. പുഷ്പാകരന്റെ വീട് എവിടെയാ? പുഞ്ചക്കാട്. പുഷ്പാകരൻ എന്ത് ചെയ്യുന്നു? പട്ടീനെ ഓടിക്കുന്നു. പുഷ്പാകരൻ ഇന്ന് വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പ. പുഷ്പാകരന്റെ പപ്പ എന്ത് ചെയ്യുന്നു? പപ്പ പാല് കറക്കുന്നു. പാല് കുടിച്ചാൽ എന്ത് പറ്റും? പാല് കുടിച്ചാൽ ചത്തുപോകും. പുഷ്പാകരന് ഇഷ്ടപ്പെട്ട ഭക്ഷണം? പാവയ്ക്ക. പുഷ്പാകരന് ഇഷ്ടപ്പെട്ട നാട്? പാണത്തൂർ. പുഷ്പാകരൻ എത്ര വരെ പഠിച്ചു? 10ാം ക്ലാസ് വരെ. പുഷ്പാകരൻ എവിടെ വരെ പോകും യാത്രകൾ? പാലക്കാട് വരെ. പുഷ്പാകരന് ഇഷ്ടപ്പെട്ട നാട്? പുഞ്ചക്കാട്.
പുഞ്ചക്കാടാണ് ഇഷ്ടപ്പെട്ട നാട്. ഓക്കെ, പുഷ്പാകരന്റെ വീട്ടില് ഇഷ്ടപ്പെട്ട ഒരു മൃഗത്തിന്റെ പേര്? പട്ടി. പുഷ്പാകരന് എവിടെയൊക്കെ പോകാനാണ് താല്പര്യങ്ങൾ? പാലക്കാട്, പയ്യന്നൂര്, പുഞ്ചക്കര, പാലങ്കല്. എന്റെ മോനെ ഇവിടെ വിൻ ചെയ്തിരിക്കുകയാണ് ഗൈസ്. പാ വെച്ചിട്ട് ഇവിടെ വിൻ ചെയ്തിരിക്കുകയാണ്. ഹാൻഡ് കാരിങ് നഷ്ടമായി ഗൈസ്. ഓ മൈ ഗോഡ്. ഓക്കെ, ഏകദേശം മാക്സിമം പിടിച്ചിരുന്നത് എനിക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ മാക്സിമം ഞാൻ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് അമ്മൂടി ചോദിച്ചോളൂ. മാ വെച്ചിട്ട് പേരെന്താ? മീനു. മീനു എന്ത് ചെയ്യുന്നു? മീനു മീൻ പിടിക്കുന്നു. മീൻ പിടിച്ചാൽ എന്ത് കിട്ടും? മീൻ വറുത്തത് കിട്ടും. മീനുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മമ്മി, മമ്മിയുടെ മമ്മ. മമ്മി എന്ത് ചെയ്യുന്നു? മമ്മി ആലോചന ആലോചന വരാൻ പാടില്ല. ഇങ്ങനെ പണ്ടേ ഉള്ള സുഖാണ് ടിൻചൻ ഇങ്ങനെ കൈയെടുത്ത് ആറ്റ് ചെയ്ത് സംഭവത്തിലേക്ക് എത്തിക്കുന്നത്. അതൊന്ന് ഈ ഫൗളാണ്. ഓക്കെ, മീനുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? മമ്മി, മമ്മിയുടെ മമ്മ. ഓക്കെ, മമ്മി എന്ത് ചെയ്യുന്നു? മമ്മി മീനിനെ പിടിച്ച് കൊണ്ടു കൊടുക്കുന്നു. ആർക്ക് കൊണ്ടു കൊടുക്കുന്നു? മനുഷ്യർക്ക്. മീൻ എത്ര പേരെ പഠിച്ചത്? ഞാനോ എന്ന് ചോദിച്ചാലേ തന്നെ മുഴുവൻ ഞാൻ മേടിച്ച് കൂട്ടുവല്ല കൈ. ഓക്കെ, നമുക്ക് കൊടുക്കാം. ഓക്കെ, കാ വെച്ച് പേര്? കാഞ്ചന. കാഞ്ചന എവിടെയാണ് സ്ഥലം? കണ്ണൂര്. കാഞ്ചന എത്ര വരെ പഠിച്ചു? കാൽ ക്ലാസ് വരെ. കാൽ ക്ലാസ്സോ? എന്നാ കുപ്പി ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ. അത് ഏത് ക്ലാസ്? ഒന്നാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ക്ലാസ്സിലെ കുട്ടികളുടെ പേര്? കാർത്തിക, കിച്ചു, കിട്ടോ. കാർത്തിക എന്നല്ലേ പറഞ്ഞത്? കാർത്തിക എവിടെ നിന്നാണ് വരുന്നത്? കാർത്തിക അല്ല, കാഞ്ചന. കാഞ്ചന എവിടെ നിന്നാണ് വരുന്നത്? കണ്ണൂരിന്ന്. കണ്ണൂരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? കണ്ണൂര് വീട്ടിലോ? കണ്ണപ്പൻ, കുട്ടപ്പൻ, കുഞ്ഞപ്പൻ. കാഞ്ചന വന്നപ്പോഴത്തേന് എന്തൊക്കെയാണ് കണ്ടത്? കാഴ്ചകൾ. എന്ത് കാഴ്ചകളാണ് കണ്ടത്? കെട്ടുകാഴ്ചകൾ. കെട്ടുകാഴ്ചകൾ കാണുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? കെട്ടുകൾ. എന്ത് കെട്ടുകൾ? കൈയാടിക്കണേ. ഇതെന്നാ സേതുരാമയ്യ സീബി ചെയ്യൂ. പിടി, ഇനിയാണ് മോനെ കളി. ഓക്കെ, കഴിഞ്ഞു. വെറുതെ എന്തിനു കൈ കാണിച്ച്? ഒരാവശ്യമില്ല. മതി. ഇവിടെ ഒരാവശ്യമില്ലാതെ അങ്ങോട്ട് കൈ കാണിക്കട്ട. ഓയ്. Okay, next question. Next letter coming. I am ready to speak. അയ്യോ, വെച്ചിട്ട് പേരെന്താ? അമ്പി. അമ്പി എന്ത് ചെയ്യുന്നു? അമ്പി ആലുവയിൽ പോകുന്നു. ആലുവയിൽ എന്തിനു പോകുന്നു? അണ്ണാറക്കണ്ണനെ പിടിക്കാൻ. അമ്പി എന്താ ചെയ്യുന്നത്? അതെന്താ പിച്ചക്കാരനാ? അത് തന്നെ, അത് ചെയ്തു. അമ്പിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അണ്ണൻ, അണ്ണി, അപ്പൻ, അമ്മ. സ്കോർ ചെയ്ത്. അണ്ണന്റെ വീട്ടില് അണ്ണിയുണ്ടാ? അണ്ണിയുണ്ട്. അണ്ണിയുടെ അണ്ണനും ഉണ്ട്. അണ്ണൻ എന്ത് ചെയ്യുന്നു? അണ്ണൻ ആക്രി വിൽക്കുന്നു. അണ്ണി അണ്ടിപ്പരിപ്പ് വിൽക്കുന്നു. അമ്പി എന്തോരെ പഠിച്ചു? ആലുവയിൽ പഠിച്ചിരുന്നു. ഹയർ സ്റ്റഡീസിന് പോണം. മലയാളത്തിൽ ഹയർ സ്റ്റഡീസ്, വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് അമ്പി. അമ്പിക്ക് തീരെ ബോധമില്ല. ഓക്കെ, നമുക്ക് അടുത്തത് കൊടുക്കാം. വെച്ചിട്ടാണെങ്കിൽ നിനക്ക് താ വെച്ചിട്ടാണ്. എന്താണ് പേര്? താമര. താമര എവിടെ നിന്ന് വരുന്നു? തച്ചങ്കാട്. താമരയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? തനുസ്, തമ്പി, തയ്യൽ. താമര എത്ര വരെ പഠിച്ചു? 90. എന്ത് 90? 90 എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടോ? 90 ക്ലാസ് നമ്മളെ പറ്റിപ്പിക്കാൻ വേണ്ടി. നെക്സ്റ്റ് പിടിച്ചു. 90ാം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, എന്നാ അടുത്ത ലെറ്റർ പേരെന്ത്? ചന്തു. ചന്തുന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
ചക്കര ചക്കര ചമ്മന്തിയാ ചമ്മന്തിയൊന്നുമില്ല. ഒന്നുകൂടെ മനസ്സിലാക്കി ഒന്നുകൂടെ എനിക്ക് അങ്ങോട്ട് ഇത് കിട്ടില്ല. റെഡി. വീട്ടിൽ ആരൊക്കെയുണ്ട്? ചക്രു, ചിക്കു, ചൊണ്ടു. ഓക്കെ. ചങ്കുവിന് ഇഷ്ടപ്പെട്ട ചന്തുവിന് ഇഷ്ടപ്പെട്ട പെറ്റിന്റെ പേരെന്താ? ചക്കി. ചക്കി എന്താ സാധനം? ഒരു ചുക്ക്. ചുക്കോ? അതിന് പറയുന്നത് എന്തായിരുന്നു? ചെമ്മീൻ പറഞ്ഞത് അശിയെ മാറിപ്പോയി. ഞാൻ ചെമ്മീൻ പറഞ്ഞതാണ്. മൈ ഗോഡ് ഗൈസ്, അത് ചുക്ക് തായിപ്പോയി. സോറി മൈച്ചട. വൈറ്റ് വാഷ് മൈച്ചട പറയുന്നത്. ഓക്കെ റെഡി. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ മലയാളത്തിലുള്ള എല്ലാ ലെറ്റേഴ്സും നമ്മൾ പറഞ്ഞു, മെയിൻ ആയിട്ടുള്ള എല്ലാം പറഞ്ഞു തോന്നുന്നല്ലോ. തരാനുള്ള വന്നിട്ട് എന്തായാലും നമ്മൾ അവസാനിപ്പിക്കുകയുള്ളൂ. ദെൻ എന്റെ പേര് പറഞ്ഞു. എന്റെ പേര് പറയടി. ടിനു. ടിനു എന്ത് ചെയ്യുന്നു? ടിനു എത്ര വരെ പഠിച്ചു? ടിനു 1ാം ക്ലാസ്. ടിനുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ടിനുവിന്റെ വീട്ടിൽ ഡാഡു. അടുത്ത ലെറ്റർ വാ. പേരെന്താ? വിനയ. എന്റെ പേരെന്തിനാ? നിന്റെ പേര് തന്നെ. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. വിനയ എന്ത് ചെയ്യുന്നു? വിനയ വായി നോക്കുന്നു. അല്ല ഞാൻ പറയണ്ടേ ഞാൻ എന്റെ കൈ കിട്ടുന്ന ഞാൻ 1 ക്ലാസ്സിൽ പഠിക്കുന്നു. 1 ക്ലാസ്സിലാ? ഓക്കെ. വിനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വാവച്ചി. ആലോചന വരാൻ പാടില്ല. അടി മുഴുവൻ പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കുളമായത് എനിക്ക് തോന്നുന്നു. ഞാൻ ഇതിനകത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഹാൻഡ് കാനിങ് വിത്ത് ലെറ്റർ ചാലഞ്ച് എന്തായി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവിടെ അടി കൊണ്ട് അവസാനം ഇത് എവിടെയും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങി. നന്നായിട്ട് ആരാണ് കളിച്ചതെന്ന് നിങ്ങൾ കമന്റ് ഇടുക. യെസ്, എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇവളായിരിക്കാം. ഏതോ ഒരു ലെറ്റർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ്. എനിവേ ലെറ്റർ ചലഞ്ച് വിത്ത് ഹാൻഡ് കാനിങ് നമ്മൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. നല്ല വെറൈറ്റി ചലഞ്ചുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ, നല്ല വെറൈറ്റി കണ്ടന്റ്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.